റിട്ടയർമെന്റ് ലൈഫ് ആഘോഷമാക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന, സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്ന വലിയൊരു വിഭാഗം ഇന്നുണ്ട്. ആരോഗ്യമുള്ള കാലത്ത്, ജോലിയുള്ള സമയത്ത് തൻ്റെ സമ്പത്തിന്റെ ഒരു ഭാഗം വിശ്രമ ജീവിതത്തിലേക്ക് മാറ്റിവെക്കുന്നവർ. എന്നാൽ MJTV ഈ വനിതാ ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത് റിട്ടയർമെന്റ് ലൈഫിലും ഉത്തരവാദിത്തങ്ങൾ ഒഴിയാത്ത, തങ്ങളുടെ ജോലിയിൽ സദാ വ്യാപൃതരായ, സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്ത ഒരു കൂട്ടം ആളുകളെയാണ്. ഏതാണ്ട് 40-നടുത്ത് വരുന്ന അമ്മമാരെയാണ്. ഇവർ ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന സേവനം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. തങ്ങളുടെ ഇടവകയിൽ പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിൽ വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ ജാതിഭേദമന്യേ, അവരുടെ പ്രായഭേദമന്യേ നേരിൽ ചെന്ന് കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടം നേഴ്സുമാരാണ് അവർ. ഇടവകയുടെ സ്വന്തം അമ്മമാർ. തങ്ങളുടെ ജോലിയിൽ നിന്നും റിട്ടയർമെന്റ് ലൈഫിലേക്ക് പ്രവേശിച്ചവരാണ് ഇവർ. ഏതാണ്ട് 2 വർഷത്തിലധികമായി ഇവർ തങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണ വിഭാഗമായി അവർ തങ്ങളുടെ സേവനങ്ങൾ ഇടവകയിൽ ഉറപ്പുവരുത്തുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും ഇത്ര ആളുകളെ വീതം നൽകിയിട്ടുണ്ട്. അവരെല്ലാവരെയും നേരിൽ പോയി കാണുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥനയാലും അവർക്ക് വേണ്ട പരിചരണത്താലും അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർ മുൻപന്തിയിൽ നിൽക്കുന്നു. ഈ വനിതാ ദിനത്തിൽ അവർ ഒന്നു ചേർന്നത് പാറേപ്പള്ളിക്കടുത്തുള്ള SH ചാരിറ്റി ഹോമിലാണ്. ഏതാണ്ട് 22ഓളം സ്ത്രീകൾ, പല പ്രായക്കാരായ സ്ത്രീകൾ ഇവിടെ SH ചാരിറ്റി ഹോമിൽ അംഗങ്ങളായുണ്ട്. പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ തങ്ങളുടെ സമ്മാനങ്ങൾ ചാരിറ്റി ഹോമിലെ മക്കൾക്ക് കൈമാറി. വനിതാ ദിനത്തിന്റെ ഭാഗമായി അവർ കൊണ്ടുവന്ന കേക്ക് അവിടുത്തെ ഏറ്റവും മുതിർന്ന അമ്മയുടെ സാന്നിധ്യത്തിൽ അവരെല്ലാവരും ആഘോഷമായി മുറിച്ചു. പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ആയാണ് ചാരിറ്റി ഹോമിലെ മക്കൾ അവരെ വരവേറ്റത്. വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഉച്ചഭക്ഷണം പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ എല്ലാവരുമായും പങ്കുവച്ചു. ഞങ്ങളുടെ വികാരിയച്ഛൻ സോണിയച്ഛൻ ഞങ്ങളുടെ വികാരിയായിട്ട് വന്നപ്പോൾ അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്ത് മാതൃവേദി പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നഴ്സുമാരെ എല്ലാവരും കൂടെ, പൊടിപ്പാറപ്പള്ളിയിലെ നഴ്സുമാർ, അപ്പോൾ അന്ന് ഞങ്ങളൊരു 30 പേര് ഉണ്ടായിരുന്നു. 2-3 പേര് വോളണ്ടിയേഴ്സായിട്ട്, നഴ്സുമാരല്ല വോളണ്ടിയേഴ്സായിട്ടും അന്ന് തുടങ്ങിയതാണ്. അതായത് 2023 ഓഗസ്റ്റിലാണ് അച്ഛൻ വിളിക്കുന്നത്. അന്ന് തുടങ്ങി പിന്നെ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പോൾ എല്ലാ വാർഡിലും അവരവരുടെ, നമ്മളിപ്പം ഞാൻ 3-ാം വാർഡിലാണ്, അവിടുത്തെ പേഷ്യൻസിന് പോയി കണ്ടാൽ മതി. അപ്പോൾ അവരവരുടെ വാർഡിലെ പേഷ്യൻസ്, കിടപ്പ് രോഗികൾ, പിന്നെ നിർധരരായിട്ടുള്ളവർ, ആവശ്യമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ നമ്മൾ പോയി ഒന്ന് കാണുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നു. അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നിർധരരായിട്ടുള്ളവരെ കണ്ടുപിടിച്ചു. ഇടവകയിലെ ആക്ച്വലി നമ്മൾ എല്ലാവരെയും കവർ ചെയ്യുന്നുണ്ട്. കാരണം ആർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും. ഇപ്പോൾ ഒരു ഫ്രാക്ചർ ആയിട്ടുള്ള ആൾ അപ്പോഴേ നമ്മളെ അറിയിക്കുകയാണ്. ഒരു ഇത് വേണമായിരിക്കും, ക്രച്ചസ് വേണമായിരിക്കും, അല്ലെങ്കിൽ വോക്കർ വേണമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, കുറച്ച് ഇതുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആദ്യം മുതൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എവിടേക്ക് പേഷ്യൻസിനെ പോയി കാണുന്നു, അവരുടെ രോഗവിവരങ്ങൾ ശേഖരിക്കുന്നു, അവർക്ക് വേണ്ട സഹായം എത്തിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് മീറ്റിംഗ് വരുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, നമ്മളെന്താ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ മരുന്നുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ആരെങ്കിലും തരുന്നത്, ഒന്നുകിൽ പേഷ്യൻസ് മരിച്ചിട്ട് ആ മരുന്നുകളൊക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അച്ഛന് കുറച്ച് ആരെങ്കിലും കൊടുക്കും. അതൊക്കെ നമ്മൾ എല്ലാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അട്ടപ്പാടിയിലുള്ള ഒരു സേവന കേന്ദ്രത്തിലേക്ക് നമ്മളത് പാഴ്സലായിട്ട് അയച്ചൊക്കെ കൊടുത്ത്. അതുപോലെ പിന്നെ മരണസമയത്ത് അതൊരു ഭയങ്കര ശുശ്രൂഷയാണ്. പാലിയേറ്റീവ് കെയർ നഴ്സസ്മാർ നമുക്കത് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇതാണ്. കാരണം കിടപ്പ് രോഗികളെ നമ്മൾ മരിക്കാറായി ടുവേഴ്സ് എൻഡ് ഓഫ് ലൈഫ്, അങ്ങനെയുള്ളവരെ നമ്മൾ പോയി ആത്മീയമായിട്ട് ഒരുക്കുന്നു. പിന്നെ കുടുംബാംഗങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി അവർക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഏലിശപ്പുണ്യവതി ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോഴേ ഒട്ടന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചില്ല, ഉടനെ മാതാവ് ഇറങ്ങി പുറപ്പെടുകയാണ്. തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ട്
ഏലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കാൻ പറ്റും. ആ തിടുക്കം കാണിക്കാനുള്ള ഞങ്ങൾക്കതൊരു ഭയങ്കര ഉത്തേജനമാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു ആൻറ്റി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആൻറ്റി ഇങ്ങനെ ഒരു ആൾ മരിക്കാറായിട്ട് കിടപ്പുണ്ട്, ആൻറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ മരിച്ചു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല, ഒട്ടനെ ഞാൻ അവിടെ നിന്ന് ഒരുങ്ങുന്നു, വണ്ടി എടുക്കുന്നു നേരെ. കാരണം ആ ഒരു തിടുക്കത്തിലുള്ള ഒരു ശുശ്രൂഷ അതൊരു ഭയങ്കര ഒരു ഉത്തേജനമാണ് നമുക്ക് അച്ഛൻ്റെ നിന്ന് ലഭിക്കുന്നത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പൊടിപ്പാറ തിരുക്കുടുംബ പള്ളിയിലെ പാലിയേറ്റീവ് കെയർ രൂപീകരിച്ചിട്ട് 2 വർഷമാകുകയാണ്. പാലിയേറ്റീവ് കെയറിൽ നേഴ്സുമാർ ഏതാണ്ട് 38 പേരുണ്ട്. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇതായിരുന്നു, ഇത് രൂപീകരിച്ചപ്പോഴത്തേക്ക് ഈ നേഴ്സുമാരുടെ ഒരു സംഗമം ഒന്ന് വിളിച്ചു കൂട്ടിയപ്പോൾ ഏറെ പേരുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചതാണ്, ഇവർക്ക് ജോലിയൊന്നുമില്ല, ഇവർ വിദേശത്തും സ്വദേശത്തുമൊക്കെ ജോലി ചെയ്തു, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവർ ജോലി വേണ്ടെന്ന് വെച്ചു, മക്കളെ നോക്കാനും പ്രായമുള്ളവരെ നോക്കാനൊക്കെ ആയിട്ട് വേണ്ടെന്ന് വെച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ബാക്കിയുള്ള സമയം ഒരു മണിക്കൂർ മാസത്തിലെ 2-3 മണിക്കൂർ തരാമോ? നമ്മുടെ ഇടവകയിലെ രോഗികളെ, അന്യ മതത്തിൽപ്പെട്ടവരും മറ്റുള്ളവരൊക്കെ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ ഒന്ന് പോകാമോ? വേറൊന്നിനുമല്ല, ഒരാശ്വാസം കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിരാശയിൽ കഴിയുന്ന അനേകരുണ്ട്. രോഗികളായിരിക്കുന്ന വ്യക്തികളെ ഓർക്കുക, കിടപ്പ് രോഗികളാണ്. അവരൊരു കാലത്ത് വളരെ നല്ല രീതിയിൽ ഓരോ കാര്യം ചെയ്തവരാണ്. അവർക്ക് നല്ല ഓഫീസ് സംവിധാനവും ജോലിയും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തളർന്നു പോയ വ്യക്തികളുണ്ട്, രോഗം വന്ന് വിട്ടുപോയവരുണ്ട്, ക്യാൻസർ രോഗികൾ, ഡയാലിസിസ്. അങ്ങനെ ആ രോഗത്തിൻ്റെ വേദനയിൽ കഴിയുമ്പോൾ ശാരീരികവും മാനസികവുമായ വേദനയുണ്ട്. അവർക്കൊരു ആശ്വാസം കൊടുക്കും. ആരും സന്ദർശിക്കാനില്ല, വീട്ടുകാർക്ക് ഒന്നാമത് തിരക്കായിരിക്കാം. അപ്പോൾ ആരും ഒന്ന് കേൾക്കാനോ സന്ദർശിക്കാനോ സംസാരിക്കാനില്ല. അവർ നിരാശപ്പെട്ട് കഴിയുക. അവരൊരു ഒറ്റ ചിന്ത ഇതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം അവസാനിച്ചാൽ മതി. ചിലപ്പോഴൊക്കെ ആത്മഹത്യയും കൂടെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഇവരെ രൂപീകരിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളൊന്ന് പോവുക, കാണുക, കേൾക്കുക. അങ്ങനെ അവരെ കാണുമ്പോഴത്തേക്ക് ആശ്വാസം കൊടുക്കാമല്ലോ. ഈ ഒരു മാസത്തെ വാർത്തകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ നിരാശയാണ്, പ്രത്യാശയില്ല. ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം പ്രത്യാശ തന്നെയാണ്. പ്രത്യാശയെ ജീവിക്കാൻ സാധിക്കണം. 38 പേരായാലും പ്രത്യാശയിലാണല്ലോ. ഇതുപോലെ ഓരോ കുടുംബം പ്രത്യാശയിലേക്ക് പോകണം ഇവരിലൂടെ. അപ്പോൾ അതിനുവേണ്ടി രൂപീകരിച്ചാണ് പാലിയേറ്റീവ് കെയർ. വനിതാ ദിനത്തിൽ എനിക്ക് ചിന്തിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം, എല്ലാവരും പ്രത്യാശ പോട്ടെ, എല്ലാവരും നിരാശ വിടട്ടെ, അപ്പോൾ ആത്മഹത്യ ഒന്നും ചെയ്യാതിരിക്കട്ടെ. നമുക്ക് പേടിയായി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ ഇതുപോലെ നമുക്ക് സ്ത്രീകളെ മുന്നിലോട്ട് ഇനി കൊണ്ടുവരണം. ഒരു സ്ത്രീ നിലനിർത്തുന്നതും നിലയ്ക്ക് നിർത്തുന്നതും ഒരമ്മയാണ്, ഒരു സ്ത്രീയാണ്. നിലനിർത്തുന്നതും നിലയ്ക്ക് നിർത്തുന്നതും അമ്മയാണ്. അപ്പോൾ ഇവരെല്ലാം അമ്മയാണത്. അപ്പോൾ സന്തതികളെ ഈ ലോകത്തിന് നൽകിയില്ലെങ്കിൽ പോലും ആ സ്ത്രീ ഒരു അമ്മ തന്നെയാണ്. ആ സ്ത്രീക്ക് സ്നേഹിക്കാൻ പറ്റും, ആ സ്ത്രീക്ക് ത്യാഗം സഹിക്കാൻ പറ്റും, ആ സ്ത്രീക്ക് സമർപ്പണ ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ സമൂഹത്തിലേക്ക് ഇവർ കടന്നു വന്നെങ്കിൽ മാത്രമേ കുടുംബങ്ങളിലെ നിരാശ ചിന്തകൾ മാറുകയുള്ളൂ. അത് മാറ്റിയെടുത്തേ മതിയാവും. അതോടൊപ്പം തന്നെയാണ് ഈ ചാരിറ്റി ഹോമിലെ ബഹുമാനപ്പെട്ട തിരുഹൃദയ സന്യാസികൾ നടത്തുന്ന പാറപ്പള്ളിയിലെ അടുത്തുള്ള ഈ സ്ഥാപനം, ഈ ഭവനം 25ാമത്തെ വർഷത്തിലാണ്. ഇവരും ഇതുകൊണ്ട് ഒത്തിരി പേര് നോക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ നടത്തുമ്പോൾ ഇവരും എന്ത് സന്തോഷവതികളാണ്. ഈ അമ്മമാർ, ഇവിടുത്തെ സഹോദരികൾ, മക്കൾ എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതൊന്ന് കാണിച്ചു കൊടുക്കാനും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ, കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് എല്ലാവരും പോവുകയാണെങ്കിൽ നിരാശ ചിന്തകൾ ഏറെ മാറും. കാരണം എൻ്റെ വേദന ഒന്നുമല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവുണ്ടായാൽ മതിയാവും. നമ്മുടെ അമ്മമാർ, സ്ത്രീകൾ വീട്ടിൽ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്, ഒത്തിരി നടപ്പ് അവർ നടക്കണം. റിട്ടയർമെൻറ്റ് ലൈഫില്ല. അവർ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറി ഒരു ദിവസം 8 കിലോമീറ്റർ അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അടയാളപ്പെടുത്താൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. ഇവർ ഒരു ദിവസം സഞ്ചരിച്ചത് വാച്ചിലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ അറിയാൻ പറ്റും. പക്ഷേ ഇവർ ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. ഒരു കറി മോശമായാൽ മോശമാണെന്ന് പറയത്തുള്ളൂ, നല്ലതാണെന്ന് പറയത്തില്ല. വാസ്തവത്തിലെ സ്ത്രീകളുടെ സൈക്കോളജി അതാണ്. അവർക്ക് ചെറിയൊരു അപ്രിസിയേഷൻ കിട്ടിയാൽ മതി, നല്ല വാക്ക് ഇന്ന് കിട്ടിയാൽ മാത്രം മതി. പിന്നെ നല്ല എനർജി ആയിരിക്കും അവർ. പക്ഷേ നമ്മൾ ആരും അപ്രിഷ്യേറ്റ് ചെയ്തില്ല. സ്ത്രീകളെ, കുടുംബങ്ങളിലെ മക്കൾ പോലും ചിലപ്പോൾ അമ്മയെ ഒന്നും കൊള്ളത്തില്ല, ആഹാരം കൊള്ളത്തില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എന്തും വേണം ജോലി ചെയ്യുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പെണ്ണ് അല്ലേ. പക്ഷേ അതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ പിന്നെ ഭർത്താക്കന്മാർ അവർ ചേർത്തൊന്ന് പിടിക്കുക, അവരെയും കൂടെ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് കേൾക്കുക. അതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ആത്മഹത്യയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കുറേയൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിന് ഈ സ്നേഹവും കരുതലും കാരുണ്യമൊക്കെ ചെയ്ത് മുന്നേറുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.